അത് ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞന്റെ പേരാണ് നൈഗൽ ഹെംബസ്റ്റ്. നൈഗൽ ഹെംബസ്റ്റ് എന്ന ശാസ്ത്രജ്ഞൻ പറയുന്നത് ഭൂമിയുടെ നാശം എങ്ങനെയായിരിക്കും ഉണ്ടാവുക, അതിൻ്റെ ഭ്രമണപഥത്തിൽ നിന്ന് തെറ്റലാണ്. ഏതായാലും നശിക്കുന്ന എല്ലാവർക്കും ഉറപ്പായിപ്പോയി. എങ്ങനെയെന്നുള്ള കാര്യത്തിൽ മാത്രമേ ഇഖ്തിലാഫുള്ളൂ, അഭിപ്രായ വ്യത്യാസം. നശിക്കുന്നുള്ളത് ഉറപ്പായിപ്പോയി. നൈഗൽ ഹെംബസ്റ്റ് പറയുന്നു. വേറെ ഒരു സിദ്ധാന്തം ശാസ്ത്രത്തിൻ്റെ വക 10 പ്രകാശവർഷങ്ങൾക്കിടയിൽ ഒരു സൂപ്പർനോവ ഭൂമിയെ തകർക്കുന്നുവെന്നാണ്. സൂപ്പർനോവ എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുകയാണെങ്കിൽ വളരെ രസകരമായ കാര്യമാണ്. എൻ്റെ സഹോദരന്മാരെ, രാത്രിയോ മറ്റോ ഒഴിവ് കിട്ടുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് മലർന്നു കിടന്നിട്ട് മാനം കാണണം. മാനം കാണുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അള്ളാഹുവിനെ കണ്ടെത്താൻ അതിനേക്കാൾ വലിയൊരു സഹായകരമായ കാര്യം വേറല്ല. ഈ ആകാശഭൂമികളെ കാണുന്നവനോട് പറയാൻ അള്ളാഹു കൽപ്പിച്ചു, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലൻ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. അള്ളാഹുവേ, നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല, അതുകൊണ്ട് നീ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാക്കേണമേ. ആ ദുആ ഘടിപ്പിച്ച രീതി ഒന്ന് ആലോചിച്ച് നോക്കൂ ബുദ്ധിയുള്ള സഹോദര. നീ ഇതൊന്നും വെറുതെ ഉണ്ടാക്കിയതല്ല, സൂര്യനും ചന്ദ്രനും ഭൂമിയൊന്നും നീ വെറുതെ ഉണ്ടാക്കിയതല്ല, അതുകൊണ്ട് ഞങ്ങളെ നരകത്തുനിന്ന് കാക്കണം. അത് തമ്മിൽ എന്ത് ബന്ധമുള്ളത്? നീ സൂര്യനെയും ചന്ദ്രനെയും ഭൂമിയെയും വെറുതെ ഉണ്ടാക്കിയതല്ല, അതുകൊണ്ട് ഞങ്ങളെ നരകത്തുനിന്ന് കാക്കണം. ഈ നരകവും സൂര്യനും തമ്മിലുള്ള ബന്ധമാണ് പിടുത്തം കിട്ടാത്തത്. ബുദ്ധിയുള്ളവന് ചിന്തിക്കുമ്പോൾ പിടുത്തം കിട്ടും. എങ്ങനെയാ പിടുത്തം കിട്ടുക? ഈ സൂര്യൻ എന്നോട് പറയുന്നു ഒരു റബ്ബുണ്ടെന്ന്, ഈ ചന്ദ്രൻ എന്നോട് പറയുന്നു ഒരു റബ്ബുണ്ടെന്ന്, ഈ ആകാശം എന്നോട് പറയുന്നു ഒരു അല്ലാഹു ഉണ്ടെന്ന്, ഈ പ്രഭാതം എന്നോട് പറയുന്നു ഒരു റബ്ബുണ്ടെന്ന്. കിഴക്കുദിക്കുന്ന സൂര്യൻ്റെ അരുണകിരണങ്ങളെ, അതൊരു നാഥൻ്റെ സന്ദേശമാണ്. പടിഞ്ഞാറസ്തമിക്കുന്ന സൂര്യൻ്റെ സന്ധ്യാരാഗമേ, അതൊരു നാഥൻ്റെ നാദമാണ്. പടിഞ്ഞാറ് മാത്രം നാളെ ഉദിക്കാൻ പോകുന്ന സൂര്യൻ തന്നെ റബ്ബിൻ്റെ ഒരടയാളമാണ്. അലമാലകൾ പാട്ടുപാടുമ്പോൾ അതിൽ മുഴങ്ങുന്നതും റബ്ബിൻ്റെ കാവ്യകലയാണ്. അള്ളാഹുവിൻ്റെ പൂക്കൾ വിരിയുന്നതിൽ അവൻ്റെ സുഗന്ധമറിയുകയാണ് പ്രപഞ്ചത്തിലെ ആളുകൾ ചെയ്യേണ്ടത്, ഭൂമിയിലെ മനുഷ്യർ ചെയ്യേണ്ടത്. ഈ ഭൂലോകത്തും ഈ പ്രപഞ്ചത്തിലും എന്തൊക്കെ കാണുന്നുണ്ടോ അതൊക്കെ അവൻ്റെ അടയാളമാണ്, ദൃഷ്ടാന്തമാണ്. കടലെന്നോട് പറയുന്നു അല്ലാഹു അക്ബർ, മാനമെന്നോട് പറയുന്നു അല്ലാഹു അക്ബർ. സൂര്യനും ചന്ദ്രനും പറയുന്നു അല്ലാഹു അക്ബർ. എന്നിട്ടും ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിലോ, ഇതൊക്കെ കണ്ടിട്ടും പഠിച്ചിട്ടും ഞാൻ അവനെ ധിക്കരിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ പോയി കിടക്കേണ്ട സ്ഥലം നരകം തന്നെയാണ്. ഈ സൂര്യൻ എന്നെ പഠിപ്പിച്ചു റബ്ബാണ്, റബ്ബിൻ്റെ അത്ഭുതമാണ്, അല്ലെങ്കിൽ സൂര്യൻ താഴേക്ക് പൊട്ടി വീഴില്ലേ? എന്തുകൊണ്ട് എന്നും കിഴക്കുദിക്കുന്നു? എന്തുകൊണ്ട് എന്നും പടിഞ്ഞാറസ്തമിക്കുന്നു? എന്തേ ഒരു ദിവസമെങ്കിലും പടിഞ്ഞാറുദിച്ച് കിഴക്കസ്തമിക്കാത്തത്? ആരാണ് റൂട്ടിലൂടെ ഈ സൂര്യനെ നടത്തുന്നത്? ആരാണ് റൂട്ടിലൂടെ ഈ ചന്ദ്രനെ നടത്തുന്നത്? ആരാണ് റൂട്ടിലൂടെ ഈ ഗോളങ്ങളെ കറക്കുന്നത്? അതൊരു ശക്തിയല്ലാതെ മറ്റാരാണ്? ഒരു ശക്തി അതിൻ്റെ പിന്നിലുണ്ട്. കോട്ടക്കലങ്ങാടിയിലെ 10 വാര വീതിയുള്ള റോഡ് നിയന്ത്രിക്കാൻ കഴിയാത്ത മനുഷ്യ, നീയാണോ മാനം കണ്ടുകൊണ്ട് പടച്ചോനില്ലെന്ന് പറയുന്നത്? 10 വാര വീതിയുള്ള റോഡ് നീ നിയന്ത്രിക്കുമ്പോഴേക്ക് കാറ് ലോറി ട്രോളിയുമായി, ബസ് കാളവണ്ടിയുമായി കൂട്ടിയിടിച്ച് ആളുകൾ മരിക്കുന്നത് നീ കാണുന്നു. നീ ഒന്ന് മാനം നോക്കുമോ? എത്രയെത്ര നക്ഷത്രങ്ങളാണ്, എത്രയെത്ര ഗ്രഹങ്ങളാണ്, എത്രയെത്ര ഉപഗ്രഹങ്ങളാണ്, എത്രയെത്ര താരാപഥങ്ങളാണ്, ക്ഷീരപഥങ്ങളാണ്, ഉൽക്കകളാണ്, കൊള്ളിമീനുകളാണ്. ഒന്ന് തെക്കോട്ടൊന്ന് വടക്കോട്ടൊന്ന് കിഴക്കോട്ടൊന്ന് പടിഞ്ഞാറോട്ട് അങ്ങുമിങ്ങും കറങ്ങുന്ന അരിമണികൾ വാരിയിട്ട പോലെ, പൂക്കൾ പുഞ്ചിരിക്കുന്ന പോലെ നക്ഷത്രങ്ങൾ കത്തിജ്വലിക്കുകയാണ്. എന്നിട്ടും ഒന്ന് മറ്റൊന്നുമായി കൂട്ടിമുട്ടുന്നില്ല. ഒരു നക്ഷത്രം അങ്ങോട്ട് പോകുന്നു അതിൻ്റെ റൂട്ടിലൂടെ, മറ്റൊന്ന് ഇങ്ങോട്ട് വരുന്നു, ഒന്നും കൂട്ടിമുട്ടുന്നില്ല. നിയന്ത്രിക്കുന്ന ഒരു ശക്തനായ കേന്ദ്രം പിന്നിലില്ലെങ്കിൽ എങ്ങനെയാണ് ഇത് അപകടങ്ങൾ കൂടാതെ മുന്നോട്ട് പോവുക? അതുകൊണ്ട് ഈ ആകാശഭൂമികളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, അതിൻ്റെ പിന്നിൽ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്. വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. സൂര്യൻ അതിനു വേണ്ടി നിർണയിക്കപ്പെട്ട ഭ്രമണമണ്ഡലത്തിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സർവശക്തനും സർവജ്ഞനുമായ ഒരല്ലാഹുവിൻ്റെ നിർണയമാണ്. ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം. യാസീനാണിത്. യാസീൻ എന്നൊക്കെ പറയുമ്പോൾ ചെറുപ്പക്കാർക്ക് തോന്നുന്നത് ഏതോ പഴയ ഖുർആൻ്റെ ഒരു ഭാഗം. ഏറ്റവും ആധുനിക ശാസ്ത്രം കണ്ടുപിടിക്കാത്ത കാര്യങ്ങളായി ഖുർആൻ പറഞ്ഞത്. സൂര്യൻ ചലിക്കുന്നു, സൂര്യൻ ചലിക്കുന്നില്ല എന്ന് അടുത്ത കാലം വരെ പഠിപ്പിച്ച ആളുകളാണ് ശാസ്ത്രജ്ഞന്മാർ.
ഖുർആൻ അന്നേ പറഞ്ഞു സൂര്യൻ ചലിക്കുന്നു. വൽഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽഉർജൂനിൽ ഖദീം ലശംസു യംബഗീ ലഹാ അൻ തുദ്രികൽ ഖമർ വലല്ലൈലു സാബിഖുൻ നഹാർ വകുല്ലുൻ ഫീ ഫലകിൻ യസ്ബഹൂൻ. ആ ഒറ്റ വാക്കിനെ പറ്റി ഞാൻ പറഞ്ഞോട്ടെ, ബാക്കിയൊന്നും വിശദീകരിക്കുന്നില്ല. വകുല്ലുൻ എല്ലാം, ഫീ ഫലകിൻ അതിൻ്റെ ഭ്രമണമണ്ഡലത്തിൽ, യസ്ബഹൂൻ നീന്തി തുടിക്കുകയാണ്. ഖുർആൻ പറഞ്ഞത് നീന്തുക എന്നാണ്. യസ്ബഹൂൻ നീന്തുകയാണ്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളൊക്കെ അതിൻ്റെ സ്വന്തം മേഖലയിൽ കിടന്ന് നീന്തുകയാണ്. ശാസ്ത്രം പറയുന്നത് ഗോളങ്ങളുടെ ചലനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നേരിട്ടുള്ള പോക്കല്ല, ഒരു തരം സ്വിമ്മിങ് മോഷനാണ്. നീന്തുന്ന മാതിരിയാണ് ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് എന്ന് ശാസ്ത്രം പറയുന്നു. നേരിട്ട് അങ്ങോട്ട് പോവല്ല സൂര്യനും ചന്ദ്രനും. നീന്തുമ്പോൾ മനുഷ്യൻ എങ്ങനെയാണോ ആടി ഒലഞ്ഞ് മുങ്ങിയും പൊങ്ങിയും പോണത്, അങ്ങനെയാണ് സൂര്യചന്ദ്രന്മാരുടെയും മറ്റു ഗോളങ്ങളുടെയും ചലനം. ഇതാണ് 1400 മുമ്പ് അതുപോലും ഖുർആൻ ശ്രദ്ധിച്ചു. വകുല്ലുൻ ഫീ ഫലകിൻ യസ്ബഹൂൻ, എല്ലാം അതിൻ്റെതായ ഭ്രമണമണ്ഡലത്തിൽ നീന്തി തുടിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നിയന്ത്രിച്ചു പോരുന്നവർ റബ്ബുണ്ട് എന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഈ ഭൂമി തകരാൻ പോകുന്ന സമയത്ത് ശാസ്ത്രം പറയുന്നു ഊഷ്മാവ് വർദ്ധിക്കും, ചൂട് വർദ്ധിക്കും. അത് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കില്ല. ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ആകാശം ഉരുക്കിയ ചെമ്പ് പോലെ ആകും ഖിയാമത്ത് നാളിൽ. സയൻസ് പറയണത് ചൂട് വർദ്ധിച്ചിട്ട് ബുധനും ശുക്രനും ഭൂമിയും ചൂട് കൊണ്ട് തകരും. സയൻസ് പറയാണ് ഭൂമിയെപ്പോലുള്ള മറ്റു 2 ഗ്രഹങ്ങളാണ് ഭൂമി, ശുക്രനും ബുധനും, അത് തകരും. മാത്രമല്ല സയൻസ് പറയാണ് ഇന്ന് ഐസ് കട്ട പോലെ കഴിയുന്ന വ്യാഴവും ശനിയും, അത് 2 ഗ്രഹങ്ങൾ വേറെ ഉണ്ട്, വ്യാഴവും ശനിയും, അവിടെ നിന്ന് തണുപ്പാണ്. സൂര്യനിൽ നിന്ന് അങ്ങേ അറ്റം അകലെയാണ് ഈ 2 ഗ്രഹങ്ങൾ. സൗരയൂഥത്തിലെ 2 ഗ്രഹങ്ങളായ വ്യാഴവും ശനിയും വളരെ അകലെയാണ്. അകൽച്ച കാരണം അവിടെ ഐസ് കട്ട പോലെ തണുപ്പാണ്. പക്ഷേ കുറേ കാലം കഴിഞ്ഞാൽ അവിടെ വരെ ചൂട് വർദ്ധിക്കും എന്ന് ശാസ്ത്രം പറയും. ഖുർആൻ പറഞ്ഞു ആകാശം ചൂട് കൊണ്ട് ചെമ്പ് ഉരുക്കിയ മാതിരിയാവും. ശാസ്ത്രം പറഞ്ഞു ഇന്ന് ഐസ് കട്ട പോലെ കിടക്കണ വ്യാഴവും ശനിയും തീ കൊണ്ടിട്ട് ഇങ്ങനെ ഉരുകാൻ തുടങ്ങും. അള്ളാഹു പറഞ്ഞിടത്തേക്ക് സയൻസ് വരുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഇതിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭൂമിയുടെ തകർച്ചയുടെ സംഭവങ്ങളെക്കുറിച്ച് പറഞ്ഞിടത്ത് ശാസ്ത്രം പറഞ്ഞു അതിൻ്റെ വോൾക്കാനിക് ആക്ടിവിറ്റി അതിൻ്റെ തകർച്ചയ്ക്ക് പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഭൂമിക്കുള്ളിലെ ഹൈഡ്രോ കാർബൺ ലീക്കാവും, അതും അതിൻ്റെ തകർച്ചക്കുള്ളൊരു കാരണമാണ്. ഭൂമിക്കകത്ത് ഹൈഡ്രോ കാർബൺ ഇഷ്ടം പോലെ ഉണ്ട്. പല സാധനം ഉണ്ടല്ലോ ഈ ഭൂമിക്കകത്തൊക്കെ, സ്വർണം, ഇരുമ്പ്, വേറെ ലോഹങ്ങൾ, വാതകങ്ങൾ, ദ്രാവകങ്ങൾ, അതിൽപ്പെട്ട ഹൈഡ്രോ കാർബൺ പുറത്തേക്ക് ലീക്കാവുക, അതും ചൂടുള്ള സാധനമാണ്, അതും ഭൂമിയെ നശിപ്പിക്കും എന്ന് പറയുന്നു. മാത്രമല്ല പുകയുണ്ടാകും. ശാസ്ത്രം പറയാണ് ഇത് ലീക്കാവുമ്പോൾ പുക ഉണ്ടാവുന്നു. ഖുർആൻ പറഞ്ഞത് ഖിയാമത്ത് നാളിൻ്റെ അടയാളം പുകയാണ്. ഖിയാമത്ത് നാളിൻ്റെ ഒരടയാളം വമ്പിച്ച പുക ലോകത്ത് പ്രത്യക്ഷപ്പെടുന്നതാണ്. സയൻസ് പറയണത് ഹൈഡ്രോ കാർബൺ ലീക്കായാൽ ഭൂമി പുക കൊണ്ട് വലയം ചെയ്യപ്പെടും എന്ന് മാത്രമല്ല വഇദൽ ബിഹാറു സുജ്ജിറത്, കടല് കത്തുന്ന സമയം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. കടല് കത്തുന്ന സമയം ശാസ്ത്രം പറയുന്നു കടലിലെ വെള്ളം പോലും തീജ്വാലയാവും ചൂടിൻ്റെ കാഠിന്യം കൊണ്ട്. അതാണ് അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഭൂകമ്പം. ഖിയാമത്ത് നാളിൻ്റെ ഒരു ലക്ഷണം ഭൂകമ്പം വർദ്ധിക്കുക എന്നുള്ളതാണ്. ഇതിപ്പോൾ ഞാൻ ഇവിടെ പ്രസംഗിച്ച് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കൊക്കെ അറിയാം അടുത്ത കാലത്തുണ്ടായ ഭൂകമ്പങ്ങൾ എത്രയെണ്ണം. ന്യൂസിലാൻഡിലെ ഭീകരമായ ഭൂകമ്പം, കഴിഞ്ഞ കൊല്ലമുണ്ടായ ആർമീനിയയിലെ ഭീകരമായ ഭൂകമ്പം, ലക്ഷക്കണക്കിന് ആൾക്കാരാണ് മരിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം അടുത്ത് ഞാൻ ഇതിനു വേണ്ടി വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ മലേഷ്യയിലൊരു ഭൂകമ്പം ഉണ്ടായി. നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. റസൂല് പറഞ്ഞിട്ടുള്ള ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ് ഭൂകമ്പങ്ങൾ വർദ്ധിക്കും. ഈ ഭൂകമ്പങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഭൂകമ്പം 2-3 പണിയാണ് ചെയ്യുക. ഭൂമിയെ ഒരു ഭാഗത്ത് താഴ്ത്തും, മറുഭാഗത്ത് ഉയർത്തും. ആൾക്കാരെ സെക്കൻഡുകളെ കൊണ്ട് കോടാനുകോടി മനുഷ്യന്മാരെ കൊല്ലാൻ കഴിയുന്ന ഏർപ്പാട് ഭൂകമ്പത്തെ പോലെ വേറല്ല. ആർമീനിയയിൽ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് മയ്യിത്ത് പോലെ കിടന്നത്. മയ്യിത്ത് പോലെ കടന്നു, മരിച്ചവരും മരിക്കാത്തവരും. ശവശരീരങ്ങളുടെ ശവപ്പറമ്പായി ആർമീനിയ. കോൺക്രീറ്റിൻ്റെ കട്ടകൾക്കടയിൽ നിന്ന് ആൾക്കാരെ വലിച്ചെടുക്കായിരുന്നു. 40 ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു പെണ്ണിനെ ഒരു ഇത്തിരി ശ്വാസവുമായിട്ട് രക്ഷപ്പെടുത്തിയത്. 40 ദിവസം കോൺക്രീറ്റിൻ്റെ കട്ടക്കടിയിൽ കിടന്ന് ജീവനോടെ ആർമീനിയയിൽ, സോവിയറ്റ് റഷ്യയിലെ. അത് കഴിഞ്ഞ കൊല്ലണ്ടായ ഭൂകമ്പമാണ്. അത്ര വലിയൊരു ദുരന്തം വേറെയില്ല ഭൂകമ്പം. ഈ ഭൂകമ്പങ്ങൾ വർദ്ധിക്കും. 1964 മാർച്ച് 27 അലാസ്കയിലുണ്ടായ ഭൂകമ്പത്തിൽ 30,000 സ്ക്വയർ ഭൂമി താഴ്ത്തപ്പെടുകയും 50,000 സ്ക്വയർ ഭൂമി ഉയർത്തപ്പെടുകയും ചെയ്തു.
ആലോചിച്ച് നോക്കണം സഹോദരന്മാരെ, ഒരു ഭാഗത്ത് ഭൂമിയെ താഴ്ത്തുക, വേറെ ഭാഗത്ത് ഭൂമിയെ ഉയർത്തുക. അതാണ് ഭൂകമ്പത്തിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസിലാൻഡിലുണ്ടായ മറ്റൊരു ഭൂകമ്പം വലിയൊരു ദുരന്തമായിരുന്നു. ഒടുക്കമുണ്ടായ മലേഷ്യയിലെ ഭൂകമ്പം. സത്യം പറഞ്ഞാൽ ഭൂകമ്പത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഖിയാമത്ത് നാൾ വരാൻ പോകുന്നുണ്ട് എന്നുള്ളതിനുള്ള സൂചന അല്ലാഹ് ഇങ്ങനെ തരികയാണ്, ഓർമ്മിപ്പിക്കലാണ്. ഒരു തരം താക്കീത്, ഒരു തരം റിമൈൻഡിങ് നോട്ടീസ്. ദാ ഇത് ചെറിയ ഡോസാണ്, വലിയ ഡോസ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടും, കാത്തിരുന്നോ എന്നുള്ളത്. അതാണ് ഭൂകമ്പം. 11:04 ആർമീനിയയിലെ ഭൂകമ്പം ഉണ്ടായത്, രാവിലെ 11:04. അതിനെപ്പറ്റി ഒരു പത്രക്കാരൻ എഴുതി 11:06 സ്കൂൾ കുട്ടികളെങ്കിലും രക്ഷപ്പെടുമായിരുന്നു. പാവം മക്കൾ എന്ത് തെറ്റ് ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. അള്ളാഹുവിൻ്റെ വിധി വന്നു, സ്കൂളിൻ്റെ കെട്ടിടങ്ങളും എല്ലാം തകർന്നു. ലക്ഷക്കണക്കിന് മനുഷ്യന്മാരാണ് മരിച്ചു വീണുപോയത്. ഏതായിരുന്നാലും ഭൂമിയെ നിരപ്പാക്കുന്ന ഒരു പരിപാടിയാണ് ഭൂകമ്പം. ഇന്നത്തെ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ എൻ്റെ സഹോദരന്മാർക്ക് മുമ്പിൽ ഈ വിനീതൻ ഓതി കേൾപ്പിച്ച പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തിലെ ആയത്തുകൾ നിങ്ങൾ ഓർക്കണം. കല്ലാ ഇദാ ദുക്കത്തിൽ അർളു ദക്കൻ ദക്കാ വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ വജീഅ യൗമഇദിൻ ബിജഹന്നമ യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റാ. ഭൂമി അതിൻ്റെ പിളർക്കൽ പിളരുന്ന സമയം. ഫയൗമഇദിൻ ലാ യുഅദ്ദിബു അദാബഹു അഹദ് വലാ യൂസിഖു വസാഖഹു അഹദ്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ്യ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഖിയാമത്ത് നാളിനെ അല്ലാഹ് അങ്ങനെ വരച്ചു കാണിക്കുകയാണ്. ഈ ഖുർആനിലെ ഒടുക്കുള്ള സൂറത്തിലൊക്കെ ഉള്ള വിഷയം ഏതാണെന്ന് നിങ്ങൾ ഒക്കെ ഖിയാമത്ത് നാളാണ്. ഇത്രയേറെ ഖുർആൻ ചർച്ച ചെയ്തൊരു വിഷയം ഖിയാമത്ത് നാൾ പോലെ ഇല്ല. പക്ഷെ മുസ്ലിമീങ്ങൾക്ക് അത് മാത്രം ചർച്ചയില്ല. മുസ്ലിമീങ്ങൾക്ക് ഞാൻ ഇന്നലെ തുടങ്ങിയപ്പോൾ പറഞ്ഞില്ലേ, ഗ്രൂപ്പ് തിരിഞ്ഞുള്ള തമ്മിലുള്ള ആണ്ടും കൊണ്ടും പറയാനുള്ള ഏർപ്പാടല്ലാതെ പ്രധാനപ്പെട്ട വിഷയങ്ങളുള്ള ചർച്ചയൊക്കെ നമ്മൾ മാറ്റി വെച്ചു പോയിരിക്കുന്നു. സഹോദരന്മാരെ, കാര്യങ്ങളിലൊക്കെ ഒരു മാറ്റം ആവശ്യമായി വന്നിരിക്കുകയാണ്. ഗ്രൂപ്പ് തിരിക്കലേനെ നിർത്തേണ്ട സമയം വന്നിരിക്കണമെന്ന് എൻ്റെ അഭിപ്രായം. മനുഷ്യന്മാരെ യോജിപ്പിക്കേണ്ട സമയമാണിപ്പോൾ. എല്ലാ അർത്ഥത്തിലും മനുഷ്യന്മാരെ യോജിപ്പിക്കേണ്ട ടൈമാപ്പോൾ. മുസ്ലിമീങ്ങളെ മാത്രമെന്നല്ല ഞാൻ പറയാം, എല്ലാ മതസ്ഥരും എല്ലാ പാർട്ടിക്കാരും ഒക്കെ മനുഷ്യന്മാരൊന്നിച്ച് നിൽക്കേണ്ട ഒരു ടൈമാണിപ്പോൾ. ഇന്ത്യയിലാണെങ്കിൽ അത് ആവശ്യമാണ്, ലോകത്താണെങ്കിൽ അത് ആവശ്യമാണ്, മുസ്ലിം സമുദായത്തിലാണെങ്കിൽ അത് ആവശ്യമാണ്, ഇന്ത്യൻ മുസ്ലിം സമുദായത്തിൽ ആവശ്യമാണ്, ലോക മുസ്ലിം സമുദായത്തിൽ ആവശ്യമാണ്, ഒക്കെ ആവശ്യമാണ്. മനുഷ്യന്മാരെ തമ്മിൽ ഇണക്കി ചേർക്കണം, അടുപ്പിക്കണം, അടിപ്പിക്കരുത്. അതാണ് ആവശ്യം. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുന്ന അപ്പം നമുക്ക് സമയം ഉണ്ടാവും ഇതൊക്കെ ചർച്ച ചെയ്യാൻ. ഇപ്പം സമയമില്ലാത്തത് ദിനേന സമയം തികണില്ല ഓനെ പറയാൻ, ബാക്കിയുള്ള സമയം തികയാതെ പോകുന്നതാണ്. കല്ലാ ഇദാ ദുക്കത്തിൽ അർളു ദക്കൻ ദക്കാ. ഖുർആന്റെ ശൈലി നോക്കണം. ഭൂമിയൊക്കെ പിളർന്ന് കുലുങ്ങി അങ്ങനെ കിടക്കുന്ന സമയം. വജാഅ റബ്ബുക, നിന്റെ റബ്ബ് എഴുന്നള്ളുകയാണ്. ഖിയാമത്ത് നാളിൽ നിന്റെ റബ്ബ് എഴുന്നള്ളുകയാണ്. വൽ മലകു സഫൻ സഫാ, മലക്കുകൾ ഇങ്ങനെ അണിയണിയായി നിൽക്കവേ നിന്റെ റബ്ബ് ആ ദിവസം അതാ എഴുന്നള്ളാൻ പോവുകയാണ്. യൗമഇദിൻ ലാ യുഅദ്ദിബു അദാബഹു അഹദ്, അന്ന് അവൻ ശിക്ഷിക്കുന്ന മാതിരി മറ്റാരും ശിക്ഷിക്കുകയില്ല. വലാ യൂസിഖു വസാഖഹു അഹദ്, അന്ന് അവൻ പിടിച്ചു കെട്ടുന്ന മാതിരി മറ്റാരും പിടിച്ചു കെട്ടുകയില്ല. എന്നിട്ട് പിന്നെ പറയുന്നത് എന്താണ്? യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, സംതൃപ്തി അടഞ്ഞ ആത്മാവേ, നല്ലത് ചെയ്ത എൻ്റെ അടിമയുടെ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ്യ, നീ സംപ്രീതനും പ്രീതിപ്പെട്ടവനുമായി നിന്റെ റബ്ബിന്റെ അടുക്കലേക്ക് തിരിച്ചു വന്നാലും, ഫദ്ഖുലി ഫീ ഇബാദി, എൻ്റെ അടിമകളിലേക്ക് പ്രവേശിച്ചാലും, വദ്ഖുലി ജന്നതി, എൻ്റെ സ്വർഗത്തിലേക്ക് കടന്നാലും. ശിക്ഷ പറഞ്ഞ് പേടിപ്പിച്ചല്ല ഈ ദയും പറയാണ്. കടന്നു വന്നാലും ഇരുന്നാലും എൻ്റെ അടിമേ, എൻ്റെ അടിമകളിലേക്ക് പ്രവേശിച്ചാലും എൻ്റെ സ്വർഗത്തിലേക്ക് കടന്നാലും. അത് പറയുന്ന ദിവസമാണ് ആ ദിവസം. മലക്കുകൾ അണിയണിയായി നിൽക്കെ നിന്റെ റബ്ബ് എഴുന്നള്ളുന്ന സമയമാണത് എന്ന് പറയുന്നു. അപ്പോൾ ആ ഭൂമിയുടെ കുലുക്കം അതാണ്. ഇതാണ് ഭൂമിയുടെ സ്ഥിതി. ഇനി ചുരുക്കത്തിൽ നമുക്ക് പരിശോധിക്കാനുള്ളത് ചന്ദ്രൻ എന്താ സംഭവിക്കുക എന്നുള്ളതാണ്. ഖമർ,
ഖമറിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, മുമ്പൊരു സംഭവമുണ്ടായി. ആകാശഗോളങ്ങൾ പടക്കപ്പെടാൻ കാരണഭൂതരായ പ്രവാചക തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബിഹി വസല്ലം അബൂ ഖുബൈസ് മലക്ക് മീതേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങ് ആംഗ്യം കാട്ടിയപ്പോൾ ചന്ദ്രൻ 2 പിളർപ്പായിക്കൊണ്ട് മാറി നിന്നു. ആ സംഭവത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചു. ഇഖ്തറബത്തിസ് സാഅ വൻഷഖത്തിൽ ഖമർ. ഇഖ്തറബത്തിസ് സാഅ, ഖിയാമത്ത് നാൾ അടുത്തിരിക്കുകയാണ്. വൻഷഖത്തിൽ ഖമർ, ഖമർ പിളർന്നിരിക്കുകയാണ്. ഖുർആൻ പറയാണ്, റസൂല് വന്നപ്പോൾ തന്നെ ഖിയാമത്ത് നാൾ അടുത്തെന്നാണ് ഖുർആൻ പറയണത്. അത് ശരിയാ. അതെന്താ കാരണം എന്നറിയോ? 1.25 ലക്ഷം അമ്പിയാ മുർസലീങ്ങൾ ഈ ലോകത്ത് വന്നത് ഖിയാമത്ത് നാളിനെ പറ്റി പറയാനാ. ആ ഏർപ്പാട് അവസാനിപ്പിച്ചിട്ട് ഒടുക്കത്ത് നബി അയക്കണത് എന്തിനാ? ഖിയാമത്ത് നാൾ അടുത്തെന്നുള്ളതുകൊണ്ട്. 1.25 ലക്ഷം അമ്പിയാ മുർസലീങ്ങൾ വന്ന് പറയണത് ലോകാവസാനം ഉണ്ട് എന്ന് പറയാനാ. ഈ 1.25 ലക്ഷത്തിൻ്റെ ഏർപ്പാടിനെ നിർത്തിയിട്ട് ഒരു നബിയെ കൊണ്ട് ഏർപ്പാട് പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞ മാതിരി അള്ളാഹു ആഫീസ് കൂട്ടി. ഇനി നബി വേണ്ട. എന്താ കാരണം? ഇനി ആഖിർ സമാൻ വരെ ഈ നബി മതി, ഇനി അന്ത്യം വരെ ഈ നബി മതി. ഖിയാമത്ത് അടുത്തിരിക്കുകയാണ് എന്നതിന് തെളിവാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ വരവ് തന്നെ ഖിയാമത്ത് നാളിൻ്റെ വൃത്താന്തമാണ്. ഞാൻ വന്നത് തന്നെ ഖിയാമത്ത് നാളിൻ്റെ വിവരാണ്. റസൂൽ പറയാണ്, എൻ്റെയും എൻ്റെ മുമ്പ് വന്ന അമ്പിയാക്കളുടെയും ഉദാഹരണം ഒരു കെട്ടിടം പോലെയാണ്. ഒരാൾ നല്ലൊരു ബിൽഡിംഗ് ഉണ്ടാക്കി, നല്ല മോനെ ചന്തമാക്കി വെച്ചു, കാണാൻ എന്തോ ഒരു രസമാണ്. പക്ഷെ ഒരു ഇഷ്ടികയുടെ സ്ഥലം മാത്രം അദ്ദേഹം അവിടെ ഒഴിവിട്ടു. ആളുകൾ അത് വന്നിട്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നോക്കി. ഇത്ര നല്ല കെട്ടിടമുണ്ടാക്കിയ ഒരാൾ എന്തേ ഈ കെട്ടിടത്തിൻ്റെ ഒരു ഇഷ്ടികയുടെ ഒഴിവ് മാത്രം ബാക്കി വെച്ചതെന്ന് ആളുകൾ ഇങ്ങനെ പരസ്പരം ചോദിക്കാൻ തുടങ്ങി. ഞാനാണ് ആ ഇഷ്ടിക, ഞാനാണ് ഒടുക്കത്തെ പ്രവാചകനെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ വരവോടുകൂടി ഇഷ്ടിക അവിടെ വെച്ചിരിക്കുന്നു. കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയായിരിക്കുന്നു. ഇനി വേറെ കല്ല് വേണ്ട, ഇനി ബിൽഡിങ്ങിന് വേറെ പെയിൻറ്റിങ് വേണ്ട, ഇനി വേറെ തേപ്പ് വേണ്ട, ഇനി വേറെ മോടി പിടിപ്പിക്കേണ്ട, ഇനി വേറെ അലങ്കാരം വേണ്ട, ഇനി യാതൊരുവിധ റിപ്പയറിൻ്റെയും ആവശ്യമില്ല. കെട്ടിടം ഫിറ്റാണ്. ഞാൻ വന്നതോടുകൂടി കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയായിരിക്കുന്നു. റസൂലിൻ്റെ ഉദാഹരണമൊക്കെ ഒന്ന് നോക്കണം. കെട്ടിടം ഉണ്ടാക്കി, ഒരു ഇഷ്ടിക മാറ്റി വെച്ചു. ആൾക്കാർ വന്നിട്ട് ചോദിക്കാൻ തുടങ്ങി, എവിടെ എന്തൊക്കല്ല് വെക്കാത്തതെന്ന്. ഞാനാണ് ആ കല്ല്. മനുഷ്യന്മാർക്ക് എത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ശൈലിയിലാണ് ആമിനാ ബീവിയുടെ മുത്തുമോൻ സംസാരിച്ചത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ പിളർന്നതാണ് ഈ ചന്ദ്രൻ. ആ ചന്ദ്രനെക്കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുന്നൊരു വലിയ സംഗതി എന്താണ്? സൂര്യനേക്കാൾ നമുക്ക് ഇഷ്ടപ്പെട്ട ആൾ ചന്ദ്രനാണ്. എന്താ കാരണം? സൂര്യന് വെളിച്ചമുണ്ട്, പക്ഷെ ചൂടാണ്, അടുക്കാൻ പറ്റൂല. ചന്ദ്രന് വെളിച്ചമുണ്ട്, പക്ഷെ നിലാവിന് കുളിർമയാണ്. രാത്രി നിലാവ് ആർക്കാ ഇഷ്ടപ്പെടാത്തത്? ഏത് കവിയാണ് നിലാവിനെ പറ്റി പാട്ട് പാടാത്തത്? കാളിദാസന്റെ സകല കവിതയിലും നിലാവാണ് വിഷയം. അതിനെക്കുറിച്ച് ഒരാൾ പറഞ്ഞത് കാളിദാസന് രാത്രി ഉറക്കുണ്ടായിരുന്നില്ല എന്നാണ്. അയാൾ വീട്ടിൽ നിന്ന് എപ്പോഴും പുറത്തേക്ക് ഓടിയിരുന്നത്, അപ്പോൾ നിലാവ് കാണും, അതിനെപ്പറ്റി എഴുതിയെന്നാണ്. അതെന്തോന്ന് എനിക്കറിയില്ല, അങ്ങനത്തെ അഭിപ്രായം ഉണ്ട്. ഏതായിരുന്നാലും കാളിദാസൻ്റെയും അതുപോലുള്ള കവികളൊക്കെ നിലാവിനെക്കുറിച്ച്, നിലാവിൻ്റെ അലകൾ, നിലാവിൻ്റെ തരംഗങ്ങൾ, അതിനെക്കുറിച്ച് പാടാത്തവരും പറയാത്തവരുമില്ല. ഈ നിലാവ് മനുഷ്യന് ഏറ്റവും വലിയ ഒരു അനുഭൂതിയാണ്. രാത്രിക്കൊരു വലിയ സൗന്ദര്യമാണ്, പക്ഷെ അതിന് ചൂടില്ല. അതുകൊണ്ടാണല്ലോ ചന്ദ്രനിൽ പോയിട്ട് കാലുകുത്താൻ കഴിഞ്ഞത്. ചന്ദ്രനിൽ പോയിട്ട് മനുഷ്യൻ കാലുകുത്തീനൊന്നും മതത്തിൻ്റെ പേരിൽ എതിർക്കേണ്ട ഒരു ആവശ്യമില്ല. ചില ആൾക്കാർ അതൊക്കെ നടന്നിട്ടുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് വിവരക്കേടാണ്. ഈ ഖുർആനെ വെച്ചിട്ട് അതിനാദ്യം അംഗീകരിക്കേണ്ടത് മുസ്ലിമീങ്ങളാണ്. ചന്ദ്രനിലൊരു മനുഷ്യൻ കാലുകുത്തി എന്ന് പറഞ്ഞാൽ അതിനാദ്യം പ്രമേയം പാസ്സാക്കി അംഗീകരിക്കേണ്ടത് മുസ്ലിമീങ്ങളാണ്. അന്ന് ഇവിടെ ചില ആൾക്കാരത് പോയിട്ടുണ്ടാവില്ല, വല്ല മലമുളും പോയി കയറിയതാവെന്നൊക്കെ പറഞ്ഞത് വിവരക്കടാ. ഖുർആൻ പഠിച്ചിട്ടില്ല, ഈ ഗ്രന്ഥം കയ്യിലുണ്ട്. എന്നിട്ട് എന്താ ചെയ്യാന്നറിയോ? വലിയൊരു ഉറ അടുപ്പിച്ചു, മുസാവിൻ്റെ ഉറ. ആ ഉറ കണ്ടാൽ തന്നെ നാറും. ആ ഉറയിൽ ഉറയേക്കാളും വലുപ്പുണ്ടാവും അതിൻ്റെ കെട്ടുന്ന ചരട്. അങ്ങനെയാണ്. അതെന്തിനാന്ന് വെച്ചാൽ ബരിയാനാണ്. ഉറയിലിട്ടിട്ട് ഇജ്ജ് അതിൻ്റെ ഔത്ത് തന്നെ കിടന്നോ, പുറത്തേക്ക് വരരുത് എന്ന് പറഞ്ഞിട്ട് നല്ലോണം വരിഞ്ഞിട്ട് അട്ടത്തേക്ക് കയറാണ്. ഖുർആനെ കൈകാര്യം ചെയ്യണ സ്വഭാവമാണത്. അപ്പം തിരിയില്ല അതിനകത്ത് എന്താ ഉള്ളതെന്ന്. അതിലേക്ക് കടന്നു എന്ന് നോക്കണം. അപ്പം മനസ്സിലാവും മറ്റ് ഗ്രഹങ്ങളിൽ ജീവനുണ്ട് എന്ന് പറയണ ഖുർആൻ മനുഷ്യനെ, ആകാശഭൂമികളെ നിങ്ങൾക്ക് നാം അധീനമാക്കി തന്നിരിക്കുന്നു. ഖുർആൻ പറയാണ്, സഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്.
മനുഷ്യരെ, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളത് നിങ്ങൾക്ക് നാം കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ആ ഒറ്റ ആയത്ത് വെച്ചിട്ട് ആസ്ട്രോങ് ചന്ദ്രനിൽ ഇറങ്ങിയത് സത്യമാണെന്ന് വിശ്വസിക്കണം. ആ ഒറ്റ ആയത്ത് മതി. രണ്ടാമതൊരായത്തിൻ്റെ പൊടിയുടെ ആവശ്യമില്ല. ആകാശവും ഭൂമിയും നിങ്ങൾക്ക് നാം കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. സയൻസിൽ പറയുന്നത് ഖുർആനുമായിട്ട് യോജിച്ച് വരേണ്ട കാര്യങ്ങളാണ്. ഈ ചന്ദ്രനെ കുറിച്ച് ശാസ്ത്രം പറയണത്, ചന്ദ്രൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ പറ്റി സയൻസിന് എന്താ പറയാനുള്ളത് നോക്കുക. ചന്ദ്രനെ കുറിച്ച് ശാസ്ത്രം പറയണത് ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് ഒരുപാട് അകലത്തെ എവിടെയോ കിടക്കുകയായിരുന്നു എന്നാണ്. പിന്നെ അങ്ങോട്ട് അടുത്ത് വന്നതാണ്. ഇപ്പം ഭൂമി ഇങ്ങനെ കൈവശം വെച്ചിരിക്കുകയാണ്. നമ്മളൊരാളായിട്ട് ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഭൂമിക്ക് ചുറ്റും കറങ്ങണ പണിയാണ് ചന്ദ്രൻ്റെ പണി. അതിങ്ങനെ കൈവശപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. പക്ഷേ അധികകാലം ചന്ദ്രനെ കൈവശപ്പെടുത്തി വെക്കാൻ ഭൂമിക്ക് സാധിക്കില്ല. കുറച്ചു കാലം കഴിഞ്ഞാൽ ഭൂമിയുടെ പിടുത്തത്തിൽ നിന്ന് ചന്ദ്രൻ പണ്ടത്തെ മാതിരി അകന്നു പോകുമെന്ന് ശാസ്ത്രം പറയുന്നു. തെളിവ് വേണമെങ്കിൽ സയൻസിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ ഉദ്ധരിക്കാം. ചന്ദ്രന് ആദ്യം ഭൂമിയുമായി 1,80,000 കിലോമീറ്റർ ആയിരുന്നു അകലം. ചന്ദ്രന് ഭൂമിയുമായി ആദ്യമുണ്ടായിരുന്ന അകലം 1,80,000 കിലോമീറ്റർ. ഇന്ന് ആ അകലം 1992 അമേരിക്കൻ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3,84,000 കിലോമീറ്ററായി അകലം വർദ്ധിച്ചിരിക്കുന്നു. ഭൂമിയോട് സലാം പറയാൻ പോവാണ് മൂപ്പര്. 1,84,000 കിലോമീറ്റർ ദൂരത്തുണ്ടായിരുന്ന ആള് 1,80,000 കിലോമീറ്റർ ദൂരത്തുണ്ടായിരുന്ന ആള് 3,84,000 എന്ന് പറഞ്ഞാൽ 2,04,000 കിലോമീറ്റർ ചന്ദ്രൻ അടുത്ത കാലത്ത് ഭൂമിയിൽ നിന്ന് അകന്നു പോയി നിർത്താൻ പറ്റൂല ഭൂമിക്ക് എന്നാണ്. ഇപ്പൊ പിടിച്ചു നിർത്തിക്കാണ്. ആകർഷണ സിദ്ധാന്തം ഉണ്ടല്ലോ. ഏത് സാധനത്തെ നമ്മൾ ഇന്നലെ പറഞ്ഞ മാതിരി ന്യൂട്ടൺ കണ്ടുപിടിച്ച മാതിരി ഭൂമി പിടിച്ചു വലിക്കുന്നുണ്ട്, ഇങ്ങോട്ട് ആകർഷിക്കുന്നുണ്ട്. അധികം അകന്നാ പിടിച്ചു വലിക്കാൻ കിട്ടൂല, പിടുത്തം പോവും. പിടുത്തം പോയാൽ ചന്ദ്രൻ അതിൻ്റെ പാട് നോക്കും. അങ്ങനെ വരുമ്പോൾ ഭൂമിക്ക് ചന്ദ്രനെ നഷ്ടപ്പെടും. അത് ചന്ദ്രൻ്റെ തകർച്ചക്കും കാരണമായി തീരും. കാരണം ഭൂമിയുടെ പിടുത്തത്തിന് പോയാൽ പിന്നെ ചന്ദ്രന് പോകാനുള്ള ആളാരാ? സൂര്യനാണ്. അത് വലിയ ശൈത്താനാണ്. അത് എല്ലാറ്റിനെയും തകർക്കാൻ വേണ്ടി വാ പൊളിച്ച് നിൽക്കുന്ന സാധനമാണ്. അത് നശിപ്പിക്കും എന്ന് സയൻസ് പറയുന്നു. ഖിയാമത്ത് നാളിനെ കുറിച്ച് ഖുർആന്റെ മറ്റൊരു വിലയിരുത്തൽ, ഖിയാമത്ത് നാൾ ഇങ്ങനെ ജോറായി നടക്കുമ്പോൾ ഭൂമി വിട്ടു പോകാൻ മനുഷ്യൻ. ഇപ്പം എന്താണ് ഏറ്റവും പുതിയ കണ്ടുപിടുത്തം? ചൊവ്വയിൽ ജീവൻ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ചൊവ്വ ഗ്രഹത്തിൽ ഇവിടുന്ന് അവിടെ പോയി പാർക്കാൻ പറ്റുമോ? തുടങ്ങിക്കഴിഞ്ഞു. അമേരിക്കയിലെ പഠനങ്ങളിൽ നിന്ന് ഇപ്പം മനസ്സിലാകുന്നത് ചൊവ്വ ഗ്രഹത്ത് പോയിട്ട് മനുഷ്യന് പാർക്കാൻ കഴിയുമെന്നാണ്. അമേരിക്കയിൽ ഇപ്പം ചൂട് പിടിച്ച ഗവേഷണം. ഖുർആൻ പറയണത് ഖിയാമത്ത് നാൾ വരാൻ പോകുമ്പോൾ നിങ്ങൾ ഭൂമി വിടാൻ ആഗ്രഹിക്കും. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസി ഇൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർളി ഫൻഫുദൂ ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ജിന്നവർഗമേ, മനുഷ്യവർഗമേ, നിങ്ങൾ ഭൂമി വിട്ട് ഓടാൻ, ആകാശഭൂമികൾ വിട്ട് ഓടാൻ, ആകാശഭൂമികളുടെ പരിധി വിട്ട് പുറത്തേക്ക് പോകാൻ നിങ്ങൾ ശ്രമിക്കുന്നുവെങ്കിൽ ശ്രമിക്കുക. പറ്റുമോ നോക്കിക്കോ. വിട്ടു പോകാൻ പറ്റുമോ നോക്കിക്കോ. ഖുർആൻ പറയാം, ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ. വലിയ ശക്തി കൊണ്ടല്ലാതെ നിങ്ങൾക്കതിന് കഴിയില്ല. കഴിയില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല കേട്ടോ. നല്ലോണം ചിന്തിക്കണം ചെറുപ്പക്കാർ. ആകാശഭൂമി വിട്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ശ്രമിച്ചോ. നിങ്ങൾക്കത് നടക്കൂല എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ. വലിയ ശക്തി കൊണ്ടല്ലാതെ നിങ്ങൾക്കതിന് കഴിയില്ല. അപ്പം ശക്തി ഉണ്ടെങ്കിൽ ഭൂമി വിട്ടിട്ട് മറ്റു ഗ്രഹങ്ങളിൽ വരെ മനുഷ്യൻ എത്താൻ കഴിയും എന്ന് ഖുർആൻ ഒരു സൂചന ഇവിടെ കൊടുക്കുകയാണ്. ഇല്ലാ ബിസുൽത്താൻ. സുൽത്താൻ എന്ന് പറഞ്ഞാൽ പവർ, അധികാരം. വലിയ അധികാര ശക്തി കൊണ്ടല്ലാതെ നിങ്ങൾക്കത് സാധിക്കില്ല എന്ന് ഖുർആൻ പറയുന്നു. എന്നിട്ട് പിന്നെ ഖുർആന്റെ വക ഒരു ഭീഷണിയാണ്. അങ്ങനെ നിങ്ങൾ പോവുകയാണെങ്കിൽ യുർസലു അലൈകുമാ ശുവാദും മിന്നാർ വനുഹാസുൻ ഫലാ തൻതസിറാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അഗ്നിശലാകകൾ നിങ്ങൾക്ക് നേരെ അയക്കപ്പെടും, പുകയും നിങ്ങൾക്ക് നേരെ അയക്കപ്പെടും. അങ്ങനെ നിങ്ങൾ ഭൂമി വിട്ടു പോവുകയാണെങ്കിൽ തീജ്വാലയാണ് നിങ്ങൾക്ക് പിന്നാലെ വരാൻ പോണത്. ഖിയാമത്ത് നാളിലേ എരിപൊരി കൊള്ളിട്ട് ഇവിടെ പാർക്കാൻ കഴിയാതെ വരുമ്പോഴേ ആകാശം ചുട്ടുപഴുത്തു, ഭൂമി ചുട്ടുപഴുത്തു, ഭൂകമ്പങ്ങൾ നിൽക്കക്കള്ളില്ല. എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റുമോ എന്ന് മോഡേൺ സയൻസ് വെച്ചിട്ട് മനുഷ്യൻ പരിശ്രമിക്കാൻ നോക്കും. അപ്പം അതിന് പല സംഗതിയില്ലേ. ശൂന്യാകാശ സഞ്ചാരല്ലേ.
റോക്കറ്റ് വിടുന്നില്ലേ, ചന്ദ്രനിൽ പോയി കാല് കുത്തിയില്ലേ, എന്നാ ഇവിടെ ഇടങ്ങറായ സ്ഥിതിക്ക് അവിടെ പോയി പാർക്കാൻ പറ്റുമെന്ന് മനുഷ്യൻ ശ്രമിച്ചേക്കുമെന്നാണ് ഖുർആൻ പറയുന്നത്. അങ്ങനെ നിങ്ങൾ പോവുകയാണെങ്കിൽ തീജ്വാലകളാണ് നിങ്ങൾക്ക് പിന്നാലെ വരാൻ പോകുന്നത് എന്ന് ഖുർആൻ പറയുന്നു. ഇനി നമുക്ക് ഖിയാമത്ത് നാളിന്റെ സ്വഭാവം എങ്ങനെ നോക്കാം. ഖിയാമത്ത് നാളിന്റെ സ്വഭാവത്തെക്കുറിച്ച് ഖുർആൻ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സൂർ എന്ന കാഹളമാണ്. നമ്മൾ മദ്രസയിൽ പഠിച്ചത് കുട്ടികൾക്ക് ഓർമ്മയില്ലേ? ഇസ്രാഫീൽ എന്ന മലക്ക് സൂർ എന്ന കാഹളത്തിൽ ഊതലാണ്. കുട്ടികൾ അങ്ങനെ പഠിക്കും. ഈ സൂർ എന്ന കാഹളം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഏത് സംഗതിയും പണ്ട് കാലം മുതലേ അറിയിക്കാനുള്ളൊരു പരിപാടിയാണ് കൊമ്പ് വിളി. പോന്ന് വിളിച്ചിട്ടാണ് ലോകത്ത് വലിയ വലിയ കാര്യങ്ങളൊക്കെ അറിയിക്കുക. അല്ലെങ്കിൽ പെരുമ്പറ മുട്ടും. അപ്പം അതൊക്കെ പോയി. പെരുമ്പറ മുട്ടലും കുഴൽ വിളിയാണ്. അങ്ങനെ ഒരു വലിയ സംഗതി അറിയിക്കാൻ പോകുന്ന ഒരു വിളംബരത്തെക്കുറിച്ചാണ് പറയുന്നത് സൂർ എന്ന കാഹളം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞുവത്രേ സഹാബികളോട്, കാഹളം ഇങ്ങനെ വായിൽ വെച്ചുകൊണ്ട് തല ഇങ്ങനെ താഴ്ത്തിക്കൊണ്ട് ഓർഡർ കിട്ടാൻ വേണ്ടി ഇസ്രാഫീൽ കാത്തിരിക്കുകയാണ്. തല താഴ്ത്തി വെച്ചിരിക്കുന്നു, കാഹളം വായിൽ വെച്ചിരിക്കുന്നു, രണ്ട് കൈ കൊണ്ടും ചേർത്ത് പിടിച്ചിരിക്കുന്നു, നെറ്റിത്തടം പോലും താഴ്ന്നിരിക്കുകയാണ്. ഓർഡർ ഇപ്പം കിട്ടിയാൽ ഇപ്പം വിളിക്കണമെന്ന മട്ടിൽ ഒരുങ്ങിയിരിക്കുമ്പോൾ എങ്ങനെയാണ് സമാധാനത്തോടെ എനിക്ക് ജീവിക്കാൻ കഴിയുക എന്ന് അന്ത്യപ്രവാചകൻ തൻ്റെ സഹാബത്തിനോട് പറയുകയാണ്. ഇസ്രാഫീൽ ഊതാൻ ഒരുങ്ങിയിരിക്കുമ്പോൾ എന്ത് സമാധാനമാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചപ്പോൾ സഹാബത്ത് പറഞ്ഞു, ആ റസൂലല്ലാഹ്, അങ്ങനെയുള്ള ഈ അവസ്ഥയിൽ ഞങ്ങൾ എന്ത് ചെയ്യണം? ഉടൻ തന്നെ റസൂൽ മറുപടി കൊടുത്തു, നിങ്ങളൊന്ന് ചൊല്ലിയാൽ മതി, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. നിങ്ങൾ അത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹ് മതി. നിഅമൽ വകീൽ, കാര്യങ്ങൾ ഏൽപ്പിക്കാൻ അവൻ തന്നെ ഉത്തമം. വ നിഅമൻ നസീർ, സഹായിക്കാനും അവൻ തന്നെ ഉത്തമം. അത് ചൊല്ലിയാൽ മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. ഇനി അന്നത്തെ ഭീകരത, ആ ദിവസത്തെക്കുറിച്ച് ഖുർആൻ പറയണത് ഭാരമുള്ള ദിവസം എന്നാണ്. ഫഖുലത്ത്, ആ ദിവസം ഭാരമുള്ള ദിവസമാണ്. പരിശുദ്ധ ഖുർആനിലെ 2-3 ഭാഗങ്ങൾ ഓതി കേൾപ്പിച്ചുകൊണ്ട് അതിൻ്റെ അർത്ഥം മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഭീകരത എന്ന വശം ഞാൻ വിടുകയാണ്, അധികം വിശദീകരിക്കാതെ. എൻ്റെ സഹോദരങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ഓത്തുന്നതിന് എൻ്റെ ഭീകരത മനസ്സിലാവും. വയൗമ യുൻഫഖു ഫിസ്സൂർ, സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെടുകയാണ്. ഊതപ്പെടുന്ന ദിവസം ففزع من في السماوات ومن في الأرض إلا من شاء الله وكل أتوه داخرين. എല്ലാവരും പേടിച്ചരണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് വരികയാണ്. അള്ളാഹ് ഉദ്ദേശിക്കുന്നവരൊഴികെ, അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് പേടി ഉണ്ടാവില്ല, അത് നല്ല മനുഷ്യരാണ്. وترى الجبال تحسبها جامدة وهي تمر مر السحاب. ഇപ്പൊ നിങ്ങൾക്ക് മല കണ്ടാൽ അത് ഉറച്ചു നിൽക്കുന്നതായി തോന്നും. പക്ഷേ ഈ മല മേഘങ്ങളെപ്പോലെ ഓടുന്ന ദിവസമാണത്. പഞ്ഞ് പറക്കുന്ന മാതിരി മേഘങ്ങൾ ഇങ്ങനെ പറക്കുന്നില്ലേ, അങ്ങനെ മലകൾ പറക്കും എന്ന് ഖുർആൻ. മറ്റൊന്ന് ഇന്നലത്തെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ നമ്മൾ ഓതി കേൾപ്പിച്ച ഭാഗമാണ്. ഇദസ്സമാഉം ഫതറത്, ആകാശം പിളരുന്ന നേരം. വഇദൽ കവാകിബും തസറത്, നക്ഷത്രങ്ങൾ ഉതിർന്ന് വീഴുന്ന നേരം. വഇദൽ ബിഹാറു ഫുജ്ജിറത്, കടൽ പിളരുന്ന നേരം. വഇദൽ ഖുബൂറു ബുഅസിറത്, ഖബറുകൾ തുറക്കുന്ന നേരം. അലിമത് നഫ്സും മാ ഖദ്ദമത് വഅഖറത്, താൻ എന്ത് മുന്തിച്ചു എന്ത് പിന്തിച്ചുവെന്ന് ഓരോ ആത്മാവും അറിയുന്ന നേരം. യാ അയ്യുഹൽ ഇൻസാനു മാ ഗർറക ബിറബ്ബികൽ കരീം. ഏ മനുഷ്യ, ആരാ എൻ്റെ പടച്ചവൻ്റെ കാര്യത്തിൽ എന്നെ പറ്റിച്ചത്? അള്ളാഹ് എത്ര സ്നേഹത്തോടു കൂടി ആ മനുഷ്യനോട് ആകാശം പിളരുന്ന നേരം എന്നൊക്കെ പറഞ്ഞിട്ട്, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്ന നേരം, കടൽ പിളരുന്ന നേരം. ഏ മനുഷ്യ, നിന്റെ റബ്ബിൻ്റെ കാര്യത്തിൽ ആരാ നിന്നെ പറ്റിച്ചത്? ആരാ അവൻ്റെ കയ്യിൽ നിന്ന് നിന്നെ അകറ്റിയത്? ബിറബ്ബിക്കൽ കരീം, ഉദാരനായ നിന്റെ റബ്ബ്, അങ്ങേറ്റം ഔദാര്യം കാട്ടുന്ന ആളാണല്ലോ നിന്റെ റബ്ബ്. എന്നിട്ടും അവൻ്റെ കാര്യത്തിൽ ആരാ എന്നെ പിന്തിരിപ്പിച്ചിട്ട് എന്നെ വഞ്ചിച്ചു കളഞ്ഞത്? അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക, അവനല്ലേ നിന്നെ സൃഷ്ടിച്ചത്, നല്ല രൂപത്തിൽ നിന്നെ സംവിധാനിച്ചത്. അവനല്ലേ നിന്നെ നീതിബോധത്തോടെ നിലനിർത്തിയത്. ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക, അവൻ ഉദ്ദേശിച്ച രൂപത്തിൽ അവനല്ലയോ നിന്നെ രൂപകൽപ്പന ചെയ്തെടുത്തത്. കല്ലാ ബൽ തുകദ്ദിബൂന ബിദ്ദീൻ, എന്നിട്ടും നിങ്ങൾ അന്ത്യദിനത്തെ കളവാക്കുകയാണോ?
വഇന്ന അലൈക്കും ലഹാഫിളീൻ, തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ മേൽനോട്ടക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആരാണ് ആ മേൽനോട്ടക്കാര്? കിറാമൻ കാതിബീൻ, ബഹുമാനപ്പെട്ട എഴുത്തുകാർ. അവരാ നിങ്ങളെ മേൽനോട്ടക്കാർ. അന്ത്യദിനത്തെ കളവാക്കണ്ട. ചെയ്യുന്ന ഓരോ പണി എഴുതി വെക്കാൻ ഞാൻ എഴുത്തുകാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. നീ പോണത്, നീ വന്നത്, നീ കിടന്നത്, നീ എഴുന്നേറ്റത്, നീ ഉണർന്നത്, നീ ഉറങ്ങിയത്, നീ തിന്നത്, നീ കുടിച്ചത്, നീ സ്വകാര്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്, ഒറ്റക്ക് ചെയ്തത്, കൂട്ടായി ചെയ്തത്, എല്ലാം എഴുതി വെക്കാൻ നാം ബഹുമാനപ്പെട്ട എഴുത്തുകാരെ കിറാമൻ കാതിബീൻ, മാന്യരായ എഴുത്തുകാരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. യഅലമൂന മാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അവർക്കറിയാം. ഇതൊക്കെ ഖുർആൻ ഖിയാമത്ത് നാളിനെ പറ്റി പറയുന്ന ആയത്തുകളിൽ ചില ആയത്തുകൾ മാത്രമാണ്. വത്തൂർ, തൂരിസീന മലയെ തന്നെ സത്യം. വേറൊരു സ്ഥലത്ത് പറയാണ് വകിതാബിൻ മസ്തൂർ ഫീ റഖിം മൻഷൂർ, തുറക്കപ്പെട്ട കിതാബ് തന്നെയാണ് സത്യം. മൃദുലമായ തോലിൽ എഴുതി വെക്കപ്പെട്ട കിതാബാണത്. വൽ ബൈത്തിൽ മഅമൂർ, ജനവാസമുള്ള വീട് തന്നെയാണ് സത്യം. എന്താ അതിൻ്റെ ഒക്കെ അർത്ഥം? ആരോടായി പറയണത്? ഹൃദയങ്ങളോടാണ് അള്ളാഹ് സംസാരിക്കുന്നത്. കടുങ്ങണം, ഇതിലൊക്കെ ഇങ്ങനെ മനസ്സുകൾ ഇങ്ങനെ കുലുങ്ങിയിട്ട് കെടുങ്ങണം ഈമാനുള്ള ആളുകൾക്ക്. അങ്ങനെ വേണം മനുഷ്യൻ നേരാവാൻ. അതിനാണ് ഈ ഖുർആൻ. വൽ ബൈത്തിൽ മഅമൂർ, ജനവാസമുള്ള വീട് തന്നെ, ഗേഹം തന്നെ സത്യം. വസ്സഖ്ഫിൽ മർഫൂർ, ഉയർന്ന മേൽക്കൂര തന്നെ സത്യം. വൽ ബഹ്റിൽ മസ്ജൂർ, തെരയിട്ടടിക്കുന്ന കടൽ തന്നെ സത്യം. ഇന്നഅദാബ റബ്ബിക ലവാഖിഉ, നിന്റെ റബ്ബിന്റെ ശിക്ഷ സംഭവിക്കുന്നത് തന്നെയാണ്. മാലഹു മിൻ ദാഫിഉ, അത് തടയാൻ ആരുമില്ല തന്നെ. യൗമ തമൂറുസ് സമാഉ മൗറ വതസീറുൽ ജിബാലു സൈറ, പരിശുദ്ധ ഖുർആൻ അങ്ങനെ പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിഷയത്തിൻ്റെ അടുത്ത ഭാഗം സൂര്യൻ്റെ തകർച്ച. സൂര്യൻ നമ്മുടെ ഏറ്റവും അടുത്ത നക്ഷത്രമാണ്. സൂര്യൻ എന്ന് പറഞ്ഞാൽ ഒരു നക്ഷത്രമാണ്. ഒരുപാട് നക്ഷത്രങ്ങളുണ്ട്. അതിൽ ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രം, ഈ ഭൂമിയോട് അടുത്ത് കിടക്കുന്ന നക്ഷത്രം ഭൂമിയോട് ഇനി അടുക്കും. അങ്ങനെ അടുക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചാലേ ഈ പറയുന്ന വിഷയങ്ങൾ മനസ്സിലാവൂ. ബുദ്ധി ഇവിടെ ആയിരിക്കണം, ഇരുത്ത് അവിടെയാണെങ്കിലും ശ്രദ്ധ ഇവിടെ ആയിരിക്കണം. അങ്ങനെ ഭൂമിയോട് ഇനിയും സൂര്യൻ അടുക്കുമ്പോൾ അതിൻ്റെ ബാഹ്യമായ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് വർദ്ധിക്കും. സയൻസ് പറഞ്ഞാണ് ഇപ്പോൾ ഞാൻ പറയണത്. സൂര്യൻ തകരുന്ന ഖുർആനിലുണ്ട്, ജ്വലിക്കുന്നുണ്ട്, പിളരുന്നുണ്ട്. സയൻസ് പറയണതാണ്. സൂര്യൻ ഭൂമിയോടടുക്കും, അതിൻ്റെ ബാഹ്യമായ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൂടും, അത് വികസിക്കും, സൂര്യൻ വലുതാവും. സൂര്യൻ വലുതായാൽ അതിൻ്റെ ആന്തരിക സമ്മർദ്ദം കുറയും. അതങ്ങനെയുള്ള ഏത് സാധനത്തിനും. ചെറുതാവുമ്പോൾ അകത്ത് നല്ല കട്ടിയും കനവും കൂടും, വലുതാവുമ്പോൾ കട്ടിയും കനവും കുറയും. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വലുതാകുമ്പോൾ ആന്തരിക സമ്മർദ്ദം കുറയും. ആന്തരിക സമ്മർദ്ദം കുറയുമ്പോൾ ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻ, അതിനാവശ്യമായ എനർജി സൂര്യന് കൊടുക്കാൻ പറ്റില്ല. സൂര്യന് വെളിച്ചുണ്ടാകുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നത് കൊണ്ടാണ്. അതിനാവശ്യമുള്ള എനർജി ഇങ്ങനെ അകത്തുനിന്ന് സൂര്യന് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കിട്ടാതെ വരും. അത് കിട്ടാതെ വരുമ്പോൾ എന്താ സംഭവിക്കുക? സൂര്യൻ കെട്ടുപോകുമെന്ന് ശാസ്ത്രം പറയുന്നു. കെട്ടുപോകും, അണഞ്ഞു പോകും, വെളിച്ചമില്ല, ഒക്കെ നഷ്ടപ്പെട്ടു പോകും. സൂര്യൻ വമ്പിച്ച ഓട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്ത പ്രകാരം 1 സെക്കൻഡിൽ 200 മൈലാണ് സൂര്യൻ്റെ വേഗത. 1 സെക്കൻഡിൽ 200 മൈല്. അവിടെ എൻ്റെ സഹോദരന്മാരൊന്ന് ഓർക്കേണ്ട ഒരു വിഷയമുണ്ട്. 1 സെക്കൻഡിൽ 200 മൈല് ഓടുന്നുണ്ട് എന്ന് ഇന്ന് പറയണ സൂര്യനെ കുറിച്ചാണ് 10 കൊല്ലം മുമ്പ് നമ്മളെ കുട്ടികളെ അതേ സയൻസ് പഠിപ്പിച്ചത് സൂര്യൻ അനങ്ങണില്ല എന്ന്. അന്നാണ് സൂറത്ത് യാസീനിൽ അള്ളാഹ് പറഞ്ഞത് വശംസു തജ്രി, സൂര്യൻ ചലിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങോട്ട് സയൻസ് ഇപ്പോൾ വന്നതാണ്. ഏതായിരുന്നാലും അത്ര വലിയ വേഗതയുണ്ട് ഈ സൂര്യന്. ആ സൂര്യനെ കുറിച്ച് ഖുർആൻ പറയുകയാണ്, ഇദശംസു കുവ്വിറത്, ഇദശംസു കുവ്വിറത്, സൂര്യനെ ചുരുട്ടുന്ന ദിവസം, സൂര്യൻ അണഞ്ഞു പോണ ദിവസം, സൂര്യനെ കറക്കുന്ന ദിവസം. വഇദൽ നുജൂമു കദറത്, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്ന സമയം. വഇദൽ ജിബാലു സുയ്യിറത് വഇദൽ ഇശാറു ഉത്തിലത് വഇദൽ വുഹൂശു ഹുശിറത്, ജീവികളൊക്കെ കൂട്ടിച്ചേർക്കപ്പെടുന്ന ദിവസം. വഇദൽ ബിഹാറു സുജ്ജിറത്, കടൽ കത്തുന്ന സമയം. വഇദൻ നുഫൂസു സുവ്വിജത്, ആത്മാവുകൾ ഇണക്കി ചേർക്കപ്പെടുന്ന ദിവസം. അതെങ്ങനെയാ? അത് പല രീതിയിലാവാം. ഒന്ന്, ഖബറിൽ കിടക്കുന്ന ശരീരം, ആത്മാവ് വേറൊരു സ്ഥലത്താണ്.
ഈ ആത്മാവിനും ശരീരത്തിനും തമ്മിൽ ഇണക്കലാവാം. അള്ളാഹു പറയുന്ന ഈ സംഗതി ഖിയാമത്ത് നാളിൽ വഇദൽ മൗഊദതു സുഇലത്, കുഴിച്ചു മൂടപ്പെടുന്ന പെൺകുട്ടിയോട് ചോദിക്കുന്ന നേരം. അറബികൾക്കൊരു പണി ഉണ്ടായിരുന്നു, പെൺകുട്ടി ജനിച്ചാൽ അപ്പം കൊണ്ടുപോയിട്ട് കുഴിച്ചു മൂടും. അന്ന് നീതി നടപ്പിലാവുന്ന ദിവസമാണ്. കുഴിച്ചു മൂടപ്പെടുന്ന പെൺകുട്ടിയോട് ചോദിക്കുന്ന നേരം ബിഅയ്യി ദംബിൻ ഖുതിലത്, മോളെ എന്ത് കുറ്റത്തിനാ നിന്നെ കൊന്നത് എന്ന് ചോദിക്കും. എന്തിനാ ഈ പരലോകം ഖുർആൻ പരിചയപ്പെടുത്തണമെന്നറിയോ? നീതി നടപ്പിലാവാനാണ്. ഇവിടെ ആഖിറല്ലാതെ ഒരിക്കലും നീതി നടപ്പിലാവില്ല എൻ്റെ സഹോദര. ഒരാളെ കൊന്നോനെ നിങ്ങൾക്ക് ഒരു വട്ടം കൊല്ലാം, അപ്പോൾ നീതി നടപ്പിലായി നിങ്ങൾക്ക് പറയാം. ഒരാളെ കൊന്നാൽ, കൊന്നവനെ ഒരു വട്ടം കൊന്നാൽ നീതി നടപ്പിലായി എന്ന് നിങ്ങൾക്ക് പറയാം. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഒരാൾ 100 ആളെ കൊന്നാൽ നിങ്ങൾ എന്താ ചെയ്യുക? 100 ആളെ കൊന്ന ഒരു കൊലയാളി ഇവിടെ ഉണ്ടെന്ന് കരുതട്ടെ. ആ കൊലയാളിക്ക് നിങ്ങൾക്ക് മാക്സിമം പരമാവധി കൊടുക്കാൻ കഴിയുന്ന ശിക്ഷ കൊലയാളിയെ ഒരു വട്ടം കൊല്ലുക എന്നുള്ളതാണ്. അപ്പോൾ ഒരാളെ കൊന്ന ശിക്ഷയായി. ബാക്കി 99 ആളെ കൊന്ന ശിക്ഷ അയാൾക്ക് നിങ്ങൾ എവിടുന്ന് കൊടുക്കും? പരലോകം വേണം. പരലോകത്തിനല്ലാതെ നീതി പുലരില്ല. ഒരു ഉദാഹരണം പറയാം. മുസോളിനി, ഹിറ്റ്ലർ, മനുഷ്യന്മാരെ കൊന്നിട്ട് അവരുടെ ചോര കൊണ്ട് കൈ കഴുകിയ ലോക ചരിത്രത്തിലെ ഏകാധിപതികളും മർദ്ദക ഭരണാധികാരികളുമായിരുന്നു ഇവരൊക്കെ. അവർക്ക് എന്ത് കുറ്റ മനുഷ്യന് കൊടുക്കാൻ എന്ത് ശിക്ഷ കൊടുക്കാൻ കഴിഞ്ഞത്? ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല. അവർ മരിച്ചുപോയി. ഒരാൾ ആത്മഹത്യ ചെയ്ത് വെടിയേറ്റിട്ടാണ് മരിച്ചത്. ഏതായിരുന്നാലും ആ ആളുകൾക്കൊക്കെ അവർ ചെയ്ത കുറ്റത്തിൻ്റെ ശിക്ഷ കിട്ടണ്ടേ? ഒരു കയറ്റത്തിനൊരിറക്കം, ഒരു രാവിനൊരു പകൽ, ഒരു വെളിച്ചത്തിനൊരു ഇരുട്ട്, ഒരു ദുഃഖത്തിനൊരു സന്തോഷം, അതല്ലേ ഈ ലോകത്തിലെ സ്ഥിതി. എന്നാൽ പിന്നെ ഇവിടെ ചെയ്യുന്നൊരു പ്രവൃത്തിക്ക് അവിടെ ഒരു ഫലം കാണണം. അതാണ് ആഖിറം. അപ്പോൾ കുഴിച്ചു മൂടപ്പെടുന്ന പെൺകുട്ടിയോട് ചോദ്യം ആവശ്യമാണ്, മോളെ എന്ത് കുറ്റത്തിനാ ഭൂമിയിൽ നിന്നെ കൊന്നത്? ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് കുട്ടി പറയും. അപ്പോൾ കൊന്നോനുണ്ട് കൊണ്ടുവരും സ്വന്തം വാപ്പയായിരിക്കും. അറബികൾക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു, കുട്ടി പെണ്ണായാൽ ജീവനോടെ കുഴിച്ചു മൂടുക. ആ പെൺകുട്ടിയോട് ചോദിക്കപ്പെടുന്ന നേരം ബിഅയ്യി ദംബിൻ ഖുതിലത്, അതൊരു കുഴിച്ചു മൂടപ്പെടുന്ന പെൺകുട്ടിക്ക് മാത്രം ബാധകല്ല. ഈ നാട്ടിലൊക്കെ ഓരോ ദിവസവും ഒന്ന് കൊല നടക്കുകയാണ്. ഇന്ത്യ രാജ്യത്തൊക്കെ ദിവസേന പാവങ്ങളായ ആൺകുട്ടികളും പെൺകുട്ടികളും കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഹിന്ദുവിൻ്റെ കുട്ടി, മുസ്ലിമിൻ്റെ കുട്ടി എന്ന വ്യത്യാസം ചില ആൾക്കാർ കൽപ്പിക്കുകയാണ്. അതിൻ്റെ ആവശ്യമില്ല. മനുഷ്യക്കുട്ടി എന്ന് കാണണം. ഒരു വർഗീയ ലഹളയിൽ ആളുകൾ മരിച്ചാലും മുസ്ലിം മരിച്ചു, ഹിന്ദു മരിച്ചു എന്നല്ല കാണേണ്ടത്. മനുഷ്യൻ മരിച്ചു. ദിനേന കുട്ടികൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഹിന്ദുവിൻ്റെ കുട്ടിയായാലും മനുഷ്യക്കുട്ടിയാണ്, മുസ്ലിമിൻ്റെ കുട്ടിയായാലും മനുഷ്യക്കുട്ടിയാണ്. ഈ ചെയ്തതിനൊക്കെ പകരം വേണം, അതിനൊക്കെ ചോദ്യം ചെയ്യണം, അതിനൊക്കെ നീതി പുലരണം. അത് പരലോകത്ത് മാത്രം നടക്കുന്ന കാര്യമാണ്. വഇദസ്സുഹുഫു നുശിറത്, ഏടുകൾ പരത്തപ്പെടുന്ന സമയം. വഇദസ്സമാഉ കുശിതത്, ആകാശത്തിന്റെ തിരശീല വീഴുന്ന നേരം. വഇദൽ ജഹീമു സുഇറത്, നരകം കത്തിക്കുന്ന നേരം. വഇദൽ ജന്നത്തു ഉസ്ലിഫത്, സ്വർഗ്ഗം അടുപ്പിക്കുന്ന നേരം. അലിമത് നഫ്സും മാ അഹ്ളറത്, താൻ എന്ത് പ്രവർത്തിച്ചുവെന്ന്, താൻ എന്ത് കൊണ്ടുവന്നുവെന്ന്, താൻ എന്ത് ഹാജരാക്കിയെന്ന് ഓരോ വ്യക്തിയും അറിയുന്ന സമയം. പരിശുദ്ധ ഖുർആൻ പിന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി, ഖിയാമത്ത് നാളിൻ്റെ ആ പരിപാടി, അതിൻ്റെ പ്രക്രിയ എങ്ങനെ നേരത്തെ തുടങ്ങുമെങ്കിലും അന്ത്യം പൊടുന്നനായിരിക്കുന്നതാണ്. വളരെ പെട്ടെന്ന്. യസ്അലൂനക അനിസ്സാഅ, അന്ത്യദിനത്തെക്കുറിച്ച് നബിയെ നിങ്ങളോട് അവർ ചോദിക്കുന്നു. ലാ യഅതീകും ഇല്ലാ ബഗ്തതൻ, അത് വളരെ പെട്ടെന്ന് മാത്രമേ നിങ്ങളടുത്തേക്ക് വരുള്ളൂ. പെട്ടെന്നേ വരുള്ളൂ, നേരത്തെ വരില്ല. വളരെ പെട്ടെന്ന്. റസൂലുള്ളാഹിൻ്റെ ഭാഷയിൽ കയ്യിലുള്ള സാധനം തിന്നാൻ സമയം കിട്ടൂല എന്നാണ് ഖിയാമത്ത് നാളിനെ പറ്റി റസൂൽ പറഞ്ഞിട്ടുള്ളത്. കയ്യിലുള്ള സാധനം വായിലിടാൻ നേരം കിട്ടൂല. ഭൂകമ്പവും ഒച്ചപ്പാടും ഒരുക്കങ്ങളൊക്കെ നേരത്തെ അടങ്ങിയിട്ടുണ്ടെങ്കിലും ഒടുക്കത്തെ അന്ത്യം, ഇംഗ്ലീഷുകാരൻ പറയുന്ന ഡൂം, ആ അന്ത്യം, നാശം, അത് വളരെ പെട്ടെന്നായിരിക്കും നടക്കുക എന്ന് പറയുന്നു. അടുത്തതായിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ആ വളരെ പ്രധാനപ്പെട്ട ഭാഗം കൂടി ചർച്ച ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രസംഗം നമുക്ക് അവസാനിപ്പിക്കാം. എൻ്റെ സഹോദരന്മാർ ഇങ്ങനെ തന്നെ ഇരിക്കണം, ആരും എഴുന്നേൽക്കരുത്. നിങ്ങളെ സമയത്തെക്കുറിച്ച് ഞാൻ വളരെ ബോധവാനാണ്. അതും കൂടി ഇന്ന് തീർത്താൽ ബാക്കി ഇൻഷാ അല്ലാഹ് നാളെ തീർക്കാൻ കഴിയും. അത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അതായത് ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ളത്. അത് പറയുമ്പോൾ ആരും ചൂടാകരുത്. ചൂടാകരുതെന്ന് പറയാൻ കാരണം ചിലപ്പോൾ തോന്നുന്നു നമ്മളെ പറ്റിയാണോ എന്ന്. അതാണ് ഈ കുഴപ്പം. അള്ളയും റസൂലും പറഞ്ഞതായതുകൊണ്ട് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. കാരണം ഇന്ന് നടക്കുന്ന കാര്യങ്ങളാണത്. ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളൊക്കെ ഒന്ന് ഏകദേശം പുലർന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ചിലർക്ക് തോന്നും നമ്മളെ പറ്റിയാണോ? ഒരു നിവൃത്തിയില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളായിട്ട് ഖുർആൻ പറയുന്ന ആദ്യത്തെ സംഗതി, ഹത്താ ഇദാ അഖദത്തിൽ അർളു സുഖ്റുഫഹാ വസയ്യനത് വളന്ന അഹ്ലുഹാ അന്നഹും ഖാദിറൂന അലൈഹാ
അതാഹാ അംറുനാ ലൈലം വനഹാറാ. ഭൂമി വളർച്ച പ്രാപിച്ച് വസന്തത്തോടെ നിൽക്കുക, ഭൂമി അലങ്കരിക്കപ്പെട്ട് നിൽക്കുക. അതിൻ്റെ ആൾക്കാർക്ക് തോന്നുക അപ്പം നമ്മൾ ഈ ഭൂമിയുടെ മേലിൽ എന്തിനും പോകുന്നവരായി എന്ന് തോന്നുക. അങ്ങനെയുള്ള സമയത്താണ് ഖിയാമത്ത് നാൾ വരിക എന്ന് ഖുർആൻ. ഭൂമി അലങ്കരിക്കപ്പെടാന്നൊക്കെ പറഞ്ഞാൽ മരുഭൂമി പോലും പൂന്തോട്ടായ കാലമാണിപ്പോൾ. സൗദി അറേബ്യയിലൊക്കെ ഏറ്റവും വലിയ മരുഭൂമിയിൽ ഏറ്റവും നല്ല പുഷ്പവാടികളാണിപ്പോൾ. വസയ്യനത്ത്, ഭൂമി അലങ്കരിക്കപ്പെട്ടു. തനിക്കാൻ പോകുന്നവരായി എന്ന് മനുഷ്യന് തോന്നുക. അത് നല്ലോണം തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ സയൻസിൻ്റെ കണ്ടുപിടുത്തം, കമ്പ്യൂട്ടർ, ചന്ദ്രനിൽ കാലുകുത്തി ഏറ്റവും വലിയ യന്ത്ര മനുഷ്യനെ അവരുണ്ടാക്കി, യന്ത്രമനുഷ്യൻ. അതുകൊണ്ട് ഇപ്പോൾ തനിക്കാൻ പോകുന്നവരാന്ന് തോന്നിയിരിക്കുന്നു. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പ്രഗത്ഭനായ മുസ്ലിം ബുദ്ധിജീവി മുഹമ്മദ് അസദ്, അടുത്താണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. മുഹമ്മദ് അസദ് മരിച്ച വാർത്ത ഒരാഴ്ച മുമ്പ് പത്രത്തിലുണ്ടായിരുന്നു. അദ്ദേഹം ഒരു യഹൂദനായിരുന്നു. ലിയോപോൾഡ് വെയിൽസ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. പക്ഷെ അള്ളാഹു അദ്ദേഹത്തിന് ഹിദായത്ത് നൽകി. അദ്ദേഹം മുസ്ലിമായി മുഹമ്മദ് അസദ് എന്ന പേര് സ്വീകരിച്ചു. അദ്ദേഹം ഇസ്ലാമിനെക്കുറിച്ച് ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതി. അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് പുസ്തകമാണ് ദി റോഡ് ടു മക്ക, മക്കയിലേക്കുള്ള പാത എന്നറിയപ്പെടുന്ന പുസ്തകം. ഇസ്ലാമിലേക്ക് വന്ന ആ പണ്ഡിതൻ സഹീഹ് ബുഖാരി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി, ഖുർആൻ്റെ പല ഭാഗങ്ങളും പരിഭാഷപ്പെടുത്തി. അങ്ങനെ മുസ്ലിമായി തൻ്റെ ഭാര്യയോടൊത്ത് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ അടുത്ത ദിവസം അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞത്. വലിയ ബുദ്ധിജീവിയായിരുന്നു അദ്ദേഹം. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു, ഈ ആധുനിക ടെക്നിക്കൽ സംസ്കാരത്തെക്കുറിച്ചാണ് ഖുർആൻ ഈ പറയുന്നത്. മുഹമ്മദ് അസദ് പറയുകയാണ്, മനുഷ്യന്മാർ തനിക്കാൻ പോകുന്നവരായി തോന്നുക പറഞ്ഞാൽ സാങ്കേതിക വിദ്യയിൽ അവർ മികച്ചു നിൽക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് മുഹമ്മദ് അസദ് പറയുന്നു. ഒരുപക്ഷേ ബയോടെക്നോളജിയുടെ യുഗത്തെക്കുറിച്ചായിരിക്കാം ഇത്, അല്ലെങ്കിൽ ശൂന്യാകാശ സഞ്ചാരത്തെക്കുറിച്ചായിരിക്കാം. ശൂന്യാകാശ സഞ്ചാരം വരെ ഇന്നായിരിക്കുന്നു. മനുഷ്യന് അള്ളാഹു എല്ലാം കാണിച്ചു കൊടുക്കുന്നു. ഖുർആനിൽ പറയുന്നുണ്ട്, ആകാശഗോളങ്ങളുള്ളതൊക്കെ നിങ്ങൾക്ക് നമ്മൾ കാണിച്ചു തരും. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ചന്ദ്രനിൽ കാല് കുത്തിയതൊക്കെ അതിൻ്റെ ഭാഗം ഈ ആയത്ത് വെച്ചിട്ട് അംഗീകരിക്കുക. സനുരീഹിം ആയാത്തിനാ ഫിൽ ആഫാഖ്, ചക്രവാളങ്ങളിലുള്ള നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് നമ്മൾ കാട്ടിക്കൊടുക്കും. ഒഫി അംഫുസിഹിം, അവരുടെ ഉള്ളിലുള്ള ദൃഷ്ടാന്തങ്ങളും കാണിച്ചു കൊടുക്കും. മനുഷ്യൻ്റെ ഉള്ളിലുള്ള ദൃഷ്ടാന്തം, ഞാനെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടത്, ഗർഭാശയത്തിൽ മനുഷ്യക്കുട്ടി എങ്ങനെ ഉണ്ടാവുന്നത് കാണിച്ചു കൊടുക്കും. ആകാശങ്ങളുള്ളതും കാണിച്ചു കൊടുക്കും. എന്തിന്? ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്, ഇത് തന്നെയാണ് സത്യമെന്നവർക്ക് ബോധ്യപ്പെടാൻ കാണിച്ചു കൊടുക്കും എന്ന് പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ പറഞ്ഞാണ് അവിടെ അവതരിപ്പിക്കാൻ പോണത്. അതും കൂടി കേൾക്കുന്നവരെ സദസ്സ് ഇങ്ങനെ തന്നെ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അധികമില്ല, ഇതേ ഹുർമത്തോടെ ഇരുന്നിട്ട് അത് പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം. ശരിക്കും ഖിയാമത്ത് നാൾ അടയാളങ്ങൾ ഖുർആനിലല്ല വന്നിട്ടുള്ളത്, ഹദീസിലാണ് ധാരാളം. ആ അടയാളം അങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇനി ഡേറ്റ് മാത്രമേ അറിയാൻ ബാക്കിയുള്ളൂ, ബാക്കിയൊക്കെ ആയും തോന്നും. അതാണ് എൻ്റെ സ്വഭാവം. ഒക്കെ പുലർന്നിട്ട് നമ്മളെ നാട്ടിലും നമ്മളെ ചുറ്റുവട്ടത്തും, അതാ ഞാൻ പറഞ്ഞ ആരും ചൂടാകരുത്. റസൂൽ പറഞ്ഞുകൊണ്ട് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയാണ്, ചൂടാകരുത്. അള്ളാഹിൻ്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു കേട്ടാൽ ദേനല്ലെന്ന് നടക്കണമെന്ന് പെട്ടെന്ന് തോന്നിപ്പോവും. ഒന്നാമതായിട്ട് റസൂൽ പറഞ്ഞത് സമുദായത്തിലെ ഏറ്റവും ചീത്ത മനുഷ്യൻ നേതാവാവുന്നതാണ്. ചൂടാകരുത്. അള്ളാഹിൻ്റെ റസൂൽ പറയാണ്, നമുക്കൊരു നിവൃത്തിയില്ല. സമുദായത്തിലെ ഏറ്റവും ചീത്ത ആരാണോ അവനായിരിക്കും സമുദായത്തിൻ്റെ തലപ്പത്ത് വരിക. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, അങ്ങനെ വന്നാൽ നീ ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിച്ചോ. വേറെ ഒരു ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, ഏറ്റവും അനർഹൻ നേതാവാവും, ഏറ്റവും അർഹതയില്ലാത്തവൻ അവൻ നേതാവാകും. ഈ ഖിയാമത്ത് നാളിൻ്റെ അടയാളമൊന്നും വലിയ വലിയ മജ്ലിസുകളിലൊന്നും അങ്ങനെ കേൾക്കാറില്ല. എനിക്ക് തോന്നുന്നത് പറയുന്നവരും കൂടിയും ബാധിക്കും എന്നുള്ള പേടിയുണ്ടായിരിക്കുന്നു. തന്നെ ഞാൻ സംശയിച്ചു പോവാണ്. ഞാൻ തന്നെ അത്ഭുതപ്പെട്ട് എൻ്റെ സഹോദരങ്ങളോടൊക്കെ എനിക്ക് നന്ദിയുണ്ട്. കാരണം നിങ്ങളെ ഈ പ്രസംഗവും ഈ യോഗവും ഒക്കെ ആയപ്പോഴാണ് ഞാൻ തന്നെ ശരിക്കും ഇതൊന്ന് പഠിച്ചത്. സംഗതി നമ്മളും ഇങ്ങനെ ഖിയാമത്ത് നാളിൻ്റെ അടയാളം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയും ഇവിടെയും വായിച്ച് നടക്കലല്ലാതെ ഇതൊരു വിഷയമായിട്ട് ശരിക്കിരുന്ന് വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയത് ഈ പ്രസംഗത്തിന് വേണ്ടിയാണ്. അപ്പോൾ ചിലതിങ്ങനെ കാണുമ്പോൾ ഇതെന്താ ആരും നമുക്ക് പറഞ്ഞുതരാത്തതെന്ന് തോന്നുകയാണ്. പിന്നെ എനിക്ക് തോന്നി പറഞ്ഞുതരാൻ പറ്റില്ല, അതിൽ വേറെ അപകടമുണ്ട്. അതിൽ ചിലത് നമ്മളെ പറഞ്ഞു തരുന്നവരെ ബാധിക്കും. അതാണ് റസൂല് പറയാണ്, അനർഹൻ നേതാവാകും. പ്രധാനപ്പെട്ട രണ്ടടയാളങ്ങൾ, മനുഷ്യന്മാരെ ബാധിക്കുന്ന അടയാളങ്ങൾ പിന്നെ പറയാം. ആദ്യം പ്രകൃതിയെ ബാധിക്കുന്ന അടയാളങ്ങൾ പറയാം. ആദ്യം പ്രധാനപ്പെട്ട രണ്ടടയാളം, ഒന്ന് ദജ്ജാൽ ഇറങ്ങൽ തന്നെ, പിന്നെ ദാബത്തുൽ അർള് എന്ന മൃഗം ഇറങ്ങലും. ദജ്ജാൽ എന്ന് പറഞ്ഞാൽ കിഴക്കുന്ന് പടിഞ്ഞാറോട്ട് ഒരൊറ്റ ദിവസം കൊണ്ട് സഞ്ചരിക്കുന്നതാണ്. ഭൂമിയുടെ കിഴക്കുന്ന് പടിഞ്ഞാറോട്ട് അവൻ മല പോലെ വലുതാവും. അവൻ്റെ കയ്യിൽ സ്വർഗം അവൻ കാണിച്ചു തരും. അവൻ്റെ കൂടെ കൂടിയവർക്ക് സ്വർഗം കൊടുക്കും. അവൻ എതിർത്തവർക്ക് നരകം കൊടുക്കുന്ന മാതിരി അവൻ കാണിച്ചു കൊടുക്കും. ഒരു ഹദീസിൽ 30 ദജ്ജാൽ ഉണ്ടാവുമെന്ന് വേറെ പറഞ്ഞിട്ടുണ്ട്.
ഓരോ ദജ്ജാലും ഞാൻ നബിയാണെന്ന് വാദിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. ദജ്ജാൽ ഒറ്റക്കണ്ണനാണ് എന്നും ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. ഒറ്റക്കണ്ണന്മാരെ കാണുമ്പോൾ നിങ്ങൾ ഇനി ദജ്ജാലാന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്, അപകടമാണ്. അതുകൊണ്ട് ദജ്ജാലിനെ കുറിച്ചാണ് ഹദീസിൽ ഖിയാമത്ത് നാളിൻ്റെ പ്രധാനപ്പെട്ട അടയാളം. ദാബത്തുൽ അർദ് എന്ന് പറഞ്ഞാൽ ഒരു മൃഗമാണ്, പക്ഷെ മനുഷ്യൻ്റെ മാതിരി സംസാരിക്കും. ഒരു വൻ മൃഗം മനുഷ്യനെ പോലെ സംസാരിക്കും. അപ്പോൾ എനിക്ക് തോന്നുകയാണ് വേറൊരു സംഗതി, ഈയിടെ അമേരിക്കയിലൊരു കുട്ടിയെ ജനിപ്പിച്ചു ഈയിടെ. കുതിരയുടെ ബീജവും മനുഷ്യൻ്റെ ബീജവും തമ്മിൽ ചേർത്തിട്ട് അങ്ങനെ ജനിച്ച സാധനം നോക്കുമ്പോൾ കുതിരയുടെ കോലം, മനുഷ്യൻ്റെ മുഖം. സയൻസ് കൊണ്ട് മനുഷ്യൻ കളിക്കുന്ന കളിങ്ങൾ ആലോചിച്ച് നോക്കണം. വമ്പിച്ച പ്രതിഷേധം ഉണ്ടാക്കിയത് അമേരിക്കയിൽ. കുതിരയുടെ ബീജവും മനുഷ്യൻ്റെ ബീജവും തമ്മിൽ കൂട്ടി സാധനം പ്രസവിച്ച് വലുതായി നോക്കുമ്പോൾ കുതിരക്കുട്ടിയാണ്, പക്ഷെ മുഖം മനുഷ്യൻ്റെ മുഖം. എന്തോ ഒരു അപകടകരമായ തീക്കളിയാണ്. മനുഷ്യൻ്റെ ബീജം മൃഗത്തിൻ്റെ ബീജവുമായി ചേർത്തു. അമേരിക്കയിൽ വമ്പിച്ച പ്രകടനങ്ങൾ നടന്നു. അത് ഉണ്ടാക്കിയ ശാസ്ത്രജ്ഞന്മാർക്കെതിരെ അവർ മാപ്പ് പറഞ്ഞു സമൂഹത്തിൻ്റെ മുമ്പിൽ, ഞങ്ങൾ പഠിക്കാൻ വേണ്ടി ചെയ്തതാണ്. എങ്ങനെ ഉണ്ടാവും കുതിര ബീജവും മനുഷ്യൻ്റെ ബീജവും തമ്മിൽ ചേർന്നാൽ എന്ന് നോക്കാൻ വേണ്ടി ചെയ്തതാണ്, തെറ്റിദ്ധരിക്കരുതെന്ന് പറഞ്ഞു. അതിനെ തല്ലിക്കൊല്ലാൻ വേണ്ടിയിട്ട് പ്രകടനക്കാർ പോയി. അപ്പോൾ തല്ലിക്കൊല്ലാൻ കിട്ടിയില്ല. ഇന്ന് അതിനെ ഒരു പ്രത്യേക സ്ഥലത്തൊരു മുതലാളി കോടാനുകോടി രൂപ വിലക്കെടുത്തിട്ട് പോറ്റി പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവാം. മൃഗത്തിൻ്റെ കോലത്തിൽ മനുഷ്യനെ പോലെ സംസാരിക്കുന്ന ഖിയാമത്ത് നാളിൻ്റെ ദാബത്തുൽ അർദിനെ പറ്റി റസൂൽ പറഞ്ഞത്. ദാബത്തുൽ അർദ് അതാണെന്നല്ല ഞാൻ പറയണത്, അതിനൊക്കെ ഒരു തുടക്കത്തിൻ്റെ സൂചനല്ലേ എന്നുള്ളത് ആലോചിച്ച് നോക്കണം. മനുഷ്യന് കണ്ടുപിടുത്തങ്ങളായപ്പോൾ അതുകൊണ്ട് എന്തും ചെയ്യാമെന്നാണ്. എന്തൊക്കെ അപകടങ്ങൾ അതുണ്ടാക്കും മനുഷ്യബീജത്തെ മൃഗബീജവുമായിട്ട് കൂട്ടിച്ചേർത്താൽ.